നേതൃത്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർ ജീവനൊടുക്കി. അനിൽകുമാർ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്നിരുന്നു. സാമ്പത്തിക ബാധ്യതയിൽ താൻ ഒറ്റപ്പെട്ടുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. സഹായം അഭ്യർത്ഥിച്ച് അനിൽ തന്നെ കണ്ടതായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും സ്ഥിരീകരിച്ചു. ഇന്ന് രാവിലെ കൗൺസിലർ ഓഫീസിനുള്ളിലാണ് തിരുമല അനിലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ് അനിൽ. വലിയശാലയിലെ ഫാം ആൻഡ് ടൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. സാമ്പത്തിക ബാധ്യതയിൽ ഒറ്റപ്പെട്ടെന്നും കുടുംബത്തിനെ വേട്ടയാടരുതെന്നും 2024 മിനിറ്റ്സ് പരിശോധിക്കണമെന്നും കുറിപ്പിൽ പറയുന്നു. 6 കോടിയോളം രൂപ സ്ഥാപന നിക്ഷേപകർക്ക് കൊടുക്കാനുണ്ടെന്നും വായ്പ നൽകിയ 11 കോടിയോളം രൂപ തിരികെ ലഭിക്കാനുണ്ടെന്നുമാണ് വിവരം. അദ്ദേഹം പ്രസിഡന്റായിട്ടുള്ള സഹകരണ സംഘം ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചില സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പാർട്ടി അറിയുകയും, പക്ഷേ മാനസികമായി അദ്ദേഹത്തിൻ്റെ ഒരു അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമാണ്, അദ്ദേഹത്തിന് ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിന് ഇത് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 2 ആഴ്ച മുമ്പ് അനിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെ കണ്ടിരുന്നുവെന്നും ബാങ്കിന്റെ ബാധ്യതയെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖരനെ അറിയിച്ചെന്നുമാണ് വിവരം. ഫേസ്ബുക്കിൽ എഴുതിയ അനുശോചനക്കുറിപ്പിൽ അനിൽകുമാർ തന്നെ കണ്ടതായി രാജീവ് ചന്ദ്രശേഖർ സ്ഥിരീകരിച്ചു. പോസ്റ്റിൽ ബി.ജെ.പി. അണികളുടെ പ്രതിഷേധവും വിമർശനവും ഉണ്ടായി. കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ സമയമുള്ള പ്രസിഡന്റിന് പ്രവർത്തകരുടെ കാര്യം നോക്കാൻ സമയമില്ലെന്നാണ് വിമർശനം. കുറച്ചുകാലമായി കൗൺസിലിൽ അനിൽ സജീവമായി പങ്കെടുത്തിരുന്നില്ലെന്നും മരണത്തിലേക്ക് നയിച്ച സാഹചര്യം അന്വേഷിക്കുമെന്നും മേയർ ആര്യ രാജേന്ദ്രൻ. പ്രയാസം അദ്ദേഹം നേരിട്ടിരുന്നു എന്നൊക്കെ ഇന്നിപ്പോൾ വാർത്തയിലൂടെയൊക്കെയാണ് ഞങ്ങൾ അറിയുന്നത്. എന്തായാലും വലിയൊരു ദുഃഖമാണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്ന് പറയുന്നത്. അനിൽകുമാറിന്റെ മരണത്തിൽ പൂജപ്പുര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. സഹകരണ സംഘത്തിലെ സാമ്പത്തിക പ്രശ്നത്തിൽ ബി.ജെ.പി. നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്ന് CPM ആവശ്യപ്പെട്ടു. CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ വാർഡുകളിൽ മറ്റന്നാൾ പ്രതിഷേധം സംഘടിപ്പിക്കും. മീഡിയ 1 തിരുവനന്തപുരം.